കൊച്ചി കാക്കനാട് ഇൻഫോ പാർക്കിനും കളക്ടറേറ്റിനും ഒക്കെ വളരെ അടുത്തായിട്ട് ഒരു എക്സിക്യൂട്ടീവ് ഹോം സെയിലുണ്ട്. 9 സെന്റ് സ്ഥലത്തിൽ 4 ബെഡ്റൂം വരുന്ന ഒരു ഇടിവെട്ട് വീട്. ഈ ഒരു എക്സിക്യൂട്ടീവ് വില്ലയുടെ എൻട്രൻസ് എന്ന് പറയുന്നത് ഓട്ടോമാറ്റഡ് ഗേറ്റ് ആണ്. അതുപോലെ തന്നെ നമുക്കൊരു പ്രൈവറ്റ് എൻട്രൻസ് ആണ് ഇതിനകത്തേക്ക് വരുന്നത്. കൂടാതെ നമുക്ക് 8 CCTV ക്യാമറാസും വരുന്നുണ്ട്. ഹായ്, ഞാൻ അജീഷ് നാരായണൻ. റിയൽ തിയറിയുടെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാല് കാറുകൾ ഈസിലി പാർക്ക് ചെയ്യാൻ പറ്റുന്ന സ്പേസ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ബയോമെട്രിക് എൻട്രി, ഡബിൾ ഹൈറ്റ് ഫാമിലി ലിവിംഗ് ഏരിയ, ഹ്യൂജ് ഡൈനിങ് സ്പേസിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു കോർട്ട്യാർഡ്, അതിൽ തന്നെ ഒരു വാഷ് ബേസിൻ. ഡൈനിങ് ഏരിയയിൽ നിന്ന് ഒരു ഓപ്പൺ കിച്ചണാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതും കംപ്ലീറ്റ്ലി ഫിനിഷ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു കിച്ചൺ. ഫൈബറിന്റെ ഹുഡും ഹോബും ആണ് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ബ്രാൻഡഡ് മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് ഇത് ഫർണിഷ് ചെയ്തിരിക്കുന്നത്. കൂടാതെ നമുക്ക് അവിടെ ഒരു വർക്ക് ഏരിയ കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ക്രോസ് വെന്റിലേഷന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിരിക്കുന്ന ഈ പ്രോപ്പർട്ടിയിൽ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂംസ് ആണ് വരുന്നത്. കൂടാതെ ഒരു കോമൺ ടോയ്ലറ്റും ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വളരെ പ്രൈവസി ഉള്ള ഒരു ഫാമിലി ലിവിംഗ് ആണ് ഫസ്റ്റ് ഫ്ലോറിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് വെളിച്ചത്തിനും വായുവിനും ഒക്കെ പ്രാധാന്യം നൽകിയിരിക്കുന്ന ഈ പ്രോപ്പർട്ടിയിൽ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് ഹ്യൂജ് ആയിട്ടുള്ള ഒരു ലിവിംഗ് സ്പേസ് ആണ്, ഫാമിലി ലിവിംഗ് സ്പേസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഫാമിലി ലിവിങ്ങിന് ഒരു ചെറിയൊരു സെപ്പറേഷൻ കൊടുത്തിട്ട് ഇവിടെ നമുക്കൊരു ലൈബ്രറിയോ അതല്ലെങ്കിൽ നമുക്കൊരു സ്റ്റഡി ഏരിയ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ഉണ്ട്. അവിടെ നിന്ന് തന്നെ നമുക്കൊരു യൂട്ടിലിറ്റി ഏരിയ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സെമി ഫേർണിഷ്ഡ് ആയിട്ടുള്ള ഈ വില്ലയിൽ 2 ബെഡ്റൂംസ് ആണ് ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നത്. അവിടെ നമുക്ക് 2 അറ്റാച്ച്ഡ് ടോയ്ലറ്റ്സും ഒരു വോക്ക് ഇൻ വാർഡ്രോബും വരുന്നുണ്ട്. സെക്കൻഡ് ഫ്ലോറിൽ നമുക്കൊരു ജിമ്മിനുള്ള സ്പേസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സെർവൻസ് ഏരിയ, സെർവൻസ് ടോയ്ലറ്റ് എല്ലാം ഈ ഫ്ലോറിലാണ് വരുന്നത്. നല്ല എലിവേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് ഈ വില്ല നിൽക്കുന്നത്. സോ അപ്പോൾ ഇവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. അതുപോലെ തന്നെയാണ് ഇതിനൊരു ടെറസ് ഏരിയ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിന് ബാക്ക് സൈഡിൽ ഒരു ടെറസ് ഏരിയ, ഓപ്പൺ ടെറസ് ഏരിയ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലും നമുക്കൊരു ബാൽക്കണി വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സെക്കൻഡ് ഫ്ലോറിൽ ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ കൂടി നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആർക്കിടെക്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഈ പ്രോപ്പർട്ടി ഇതിനെ കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത് കോളം ബീമിലാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കുന്നുംപുറത്താണ് ഈ പ്രോപ്പർട്ടി നിൽക്കുന്നത്. പക്ഷേ ഇത് വളരെ ക്ലാസ് ആയിട്ടാണ് ഇതിനെ കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ പറയുന്നത് എക്സിക്യൂട്ടീവ് ഹോം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസ് ടീക്കൂട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത് കൂടുതലും. അതിൽ തന്നെ നമുക്ക് സാനിറ്ററി ഫിറ്റിംഗ്സ് എല്ലാം വരുന്നത് കോളറാണ്. സ്വിച്ചസ് എല്ലാം ലെഗ്രാൻഡ് ആണ്. എല്ലാം ബ്രാൻഡഡ് ആണ്. നിങ്ങൾ ഈ പ്രോപ്പർട്ടി വന്ന് കാണണം. ഇതിന് കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല ശരിക്കും പറഞ്ഞാൽ, കാരണം ഈ പ്രോപ്പർട്ടി വന്ന് കാണേണ്ട പ്രോപ്പർട്ടിയാണ്. ഈ ഒരു വില്ലയുടെ ലൊക്കേഷൻ വരുന്നത് കാക്കനാട് പള്ളിക്കര റൂട്ടിൽ അത്താണി എന്ന് പറഞ്ഞ ജംഗ്ഷൻ ഉണ്ട്. കളക്ടറേറ്റിൽ നിന്ന് 1 കിലോമീറ്റർ മാറിയിട്ടാണ് അത്താണി ജംഗ്ഷൻ വരുന്നത്. അവിടെ ബസ് റൂട്ടിൽ നിന്ന് സെക്കൻഡ് പ്ലോട്ടിലാണ് ഈ പ്രോപ്പർട്ടി നിൽക്കുന്നത്. ഈ ഒരു വില്ലയുടെ പ്രൈസ് പറയുന്നത് 3,30,00,000 രൂപയാണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ കൂടുതൽ കാര്യങ്ങൾ അറിയാനും സൈറ്റ് വിസിറ്റിന് വേണ്ടി തന്നെ ഡയറക്ട്ലി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള റിയൽ എസ്റ്റേറ്റ് വീഡിയോസിനും ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസിനും വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.